നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. കാട്ടാന ഭീതിയൊഴിയാതെ കേരളം. 24 മണിക്കൂറിനിടെ പൊലിഞ്ഞത് 2 ജീവൻ. വയനാട്ടിൽ കൊല്ലപ്പെട്ട നൂൽപ്പുഴ സ്വദേശി മാനു. ഇടുക്കിയിൽ കൊല്ലപ്പെട്ട സോഫിയയുടെ ഖബറടക്കം ഇന്ന്. കാട്ടാന ഭീഷണിയെക്കുറിച്ച് സോഫിയ ആശങ്ക പങ്കുവയ്ക്കുന്ന ദൃശ്യങ്ങൾ ജനം ടിവിക്ക്. പക്ഷേ മുണ്ടക്കയത്തിന് 22 കിലോമീറ്റർ വന്നു. നമ്മുടെ ഇതിലെ കൂടെ നമ്മൾ വന്നില്ലേ, ആ വഴി കൂടെ അടിവശം ആടിനെ ഞാൻ പറഞ്ഞില്ലേ, ആടിനെ പിടിച്ചു. നമ്മുടെ ആടിനെ പിന്നെ ഒരു പശുവിനെ പിടിച്ചു. തിരുവനന്തപുരം പാലോട് വനത്തിൽ മധ്യവയസ്കൻ കൊല്ലപ്പെട്ടതും കാട്ടാന ആക്രമണത്തിലെന്ന് സ്ഥിരീകരണം. ജനങ്ങളെ രക്ഷിക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെന്ന് ഓർത്തഡോക്സ് സഭ. വന്യമൃഗശല്യം തടയാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ടെന്ന് സഭാധ്യക്ഷൻ. നഷ്ടപരിഹാരമല്ല, പ്രശ്നപരിഹാരമാണ് വേണ്ടതെന്നും കാത്തോലിക്ക ബാവ. സംസ്ഥാനത്ത് BJPയുടെ വളർച്ചയിൽ ഭയന്ന് CPM. BJPയുടെ വളർച്ച ശ്രദ്ധിക്കണമെന്ന് പ്രവർത്തകരോട് MV ഗോവിന്ദൻ. സുരേഷ് ഗോപിയുടെ വിജയം CPMനേറ്റ വലിയ തിരിച്ചടി. പട്ടിക വിഭാഗങ്ങളിലും ന്യൂനപക്ഷങ്ങളിലും BJPയുടെ സ്വാധീനം വർദ്ധിച്ചെന്ന് പാർട്ടി സെക്രട്ടറിയുടെ തുറന്നു പറച്ചിൽ. തിരുപ്പുരൻകുണ്ട്രം മുരുകക്ഷേത്രത്തിന് സമീപം മൃഗഹത്യ നടത്തുമെന്ന പ്രചാരണത്തിൽ പങ്കില്ലെന്ന് മധുരൈ മുസ്ലിം ഐക്യ ജമാഅത്ത്. പ്രസ്താവന ഇറക്കി ജമാഅത്ത് ചെയർമാൻ. വിശദീകരണം ജനം TV വാർത്തയെ തുടർന്ന് പ്രതിരോധത്തിലായതിന് പിന്നാലെ ജനം ഇംപാക്ട്. തൈപ്പൂയ മഹോത്സവം കൊണ്ടാടി ഭക്തലക്ഷങ്ങൾ. വിവിധ ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും കാവടി ഘോഷയാത്രയും നടന്നു. ഭക്തി നിർഭരമായി അഗ്നിക്കാവടിയും. പഞ്ചാബിൽ ഭരണപ്രതിസന്ധി രൂക്ഷം. രാജ്യഭീഷണി മുഴക്കി 30 ആം ആദ്മി പാർട്ടി MLA മാർ. അരവിന്ദ് കെജ്രിവാളുമായി ഭഗവന്ത് മന്നിന്റെ കൂടിക്കാഴ്ച. കോൺഗ്രസ് ദുർബലമെന്ന് മമതാ ബാനർജി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TMC ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിൽ. ഇന്ന് AI ഉച്ചകോടിയിൽ പങ്കെടുക്കും. ലോക നേതാക്കളും ആഗോള ടെക് CEOമാരും പങ്കെടുക്കുന്ന ഉച്ചകോടിയിൽ ഫ്രഞ്ച് പ്രസിഡന്റിനൊപ്പം സഹാധ്യക്ഷനാകും. പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണം നൽകി ഫ്രാൻസിലെ പ്രവാസി സമൂഹം. ഗാസയിലെ വെടിനിർത്തൽ അനിശ്ചിതത്വത്തിൽ. ബന്ദികളുടെ മോചനം വൈകിയാൽ വെടിനിർത്തൽ കരാർ റദ്ദാക്കണമെന്ന് ഡൊണാൾഡ് ട്രംപ്. സൈനിക നടപടിയെന്ന സൂചനയുമായി ഇസ്രായേൽ. കാടിറങ്ങുന്ന ഭീതി. ഇടുക്കി പെരുവന്താനം കൊമ്പൻപാറയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയ ഇസ്മായിലിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. ചേന്നപ്പാറമുകൾ ത്വാഹ ജുമാ മസ്ജിദിൽ പൊതുദർശനത്തിന് ശേഷം മുണ്ടക്കയം വരിക്കാനി ജുമാ മസ്ജിദിൽ ഖബറടക്കും. ജില്ലാ കളക്ടർ നൽകിയ ഉറപ്പുകൾ പാലിക്കപ്പെട്ടില്ലെങ്കിൽ ശക്തമായ സമരം തുടങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. സുബിൻ ചേരുന്ന വിവരങ്ങളുമായി. സുബിൻ, വിവരങ്ങൾ എന്താണ്? ഈ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നിലവിൽ പൂർത്തിയായിട്ടുണ്ട്. 2 മണിയോടുകൂടി ഈ ചേന്നാപ്പാറ മുകൾ ത്വാഹ ജുമാ മസ്ജിദിൽ പൊതുദർശനത്തിനായി മൃതദേഹം എത്തിക്കും. 1 മണിക്കൂറോളം ഈ ഒരു പൊതുദർശനം ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനുശേഷം മുണ്ടക്കയം വരിക്കാനി പള്ളിയിൽ മൃതദേഹം ഖബറടക്കും. പ്രധാനമായും ഈ ചേന്നാപ്പാറ മുകൾ ഭാഗം കേന്ദ്രീകരിച്ചാണ് ഈ
ജോലി ചെയ്യുന്നതിനായും മറ്റ് പണികൾക്കായും ഈ സോഫിയ എത്തിയിരുന്നത്. കൂടുതലായും സോഫിയുമായി ബന്ധപ്പെട്ട് സോഫിയയുടെ സുഹൃത്തുക്കളും മറ്റ് വേണ്ടപ്പെട്ട ആളുകളെല്ലാം തന്നെയുള്ളത് ഈ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ചെന്നപ്പാറ മുകൾ ത്വാജ ജുമാ മസ്ജിദിൽ ഈ പൊതുദർശനം നടത്താൻ ബന്ധുക്കൾ തീരുമാനിച്ചത്. 2 മണിയോടുകൂടി ഇവിടേക്ക് ഈ മൃതദേഹം കൊണ്ടുവരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രമുഖരായ രാഷ്ട്രീയ നേതാക്കളും മറ്റ് വ്യക്തികളും എല്ലാം തന്നെ ഇവിടെ പൊതുദർശനത്തിൽ പങ്കെടുക്കുമെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്തായാലും അതിദാരുണമായ ഒരു അപകടമാണ് ഈ കൊമ്പൻപാറ നടന്നത്. പ്രധാനമായും ഇന്നലെ 6 മണിയോടുകൂടിയാണ് ഈ ഒരു കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. കുളിക്കുന്നതിനായി വീടിനോട് ചേർന്നുള്ള ഒരു അരുവിയിൽ എത്തിയതായിരുന്നു. അവിടെ മകളെ കുളിപ്പിച്ച് ഭിന്നശേഷിക്കാരിയായ മകളെ കുളിപ്പിച്ച് വീട്ടിൽ കയറ്റിവിട്ട ശേഷം തിരികെ ഇറങ്ങി വന്ന് കുളിക്കാനായി തുടങ്ങുമ്പോഴാണ് ഈ കാട്ടാന അവിടേക്ക് വരുന്നത്. ഓടി രക്ഷപ്പെടാനുള്ള ശ്രമം സോഫിയ നടത്തിയെങ്കിലും കാട്ടാന സോഫിയെ തുമ്പിക്കൈ കൊണ്ട് ചുറ്റി എടുക്കുകയും എറിയുകയുമായിരുന്നു. ഇതിനുശേഷം ദേഹത്ത് ചവിട്ടി സമീപത്തെ മറ്റൊരു പാറയിടുക്കിലേക്ക് എറിയുകയും ചെയ്തു. ഇതിനുശേഷം ഈ സോഫിയയെ കാണാതായതോടുകൂടി മകൻ അന്വേഷിച്ചിറങ്ങുകയായിരുന്നു. ഈ അന്വേഷണത്തിനൊടുവിലാണ് ഈ ഒരു അരുവിയോട് ചേർന്നുള്ള ആ ഒരു സ്ഥലത്ത് മരിച്ച നിലയിൽ സോഫിയെ കാണുന്നത്. ഉടൻ തന്നെ പിതാവിനെയും വിവരമറിയിച്ചു. തുടർന്നാണ് ഇത് പുറം ലോകം അറിയുന്നത്. തൊട്ടു പിന്നാലെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉടലെടുക്കുകയുണ്ടായി. പ്രധാനമായും ഈ മേഖലയിലെ കാട്ടാന ശല്യം ഏകദേശം 2 വർഷത്തോളമായി തുടർച്ചയായി 30-ലധികം കാട്ടാനകളാണ് ഈ ടി.ആർ.ആൻഡ്.ടി എസ്റ്റേറ്റ് മേഖല കേന്ദ്രീകരിച്ച് എത്തുന്നത്. അപ്പോഴെല്ലാം തന്നെ വലിയ രീതിയിൽ ആളുകൾ പ്രതിഷേധവുമായി രംഗത്തെത്തുകയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരോട് ഈ ഒരു ശാശ്വത പരിഹാരം ഈ ആനക്കൂട്ടത്തെ കാട്ടിനുള്ളിലേക്ക് കയറ്റിവിടാനുള്ള ഒരു ഇടപെടൽ, കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകണം, ഇവിടേക്ക് കടന്നു വരാത്ത രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കണം എന്നുള്ളൊരു ആവശ്യം മുമ്പോട്ട് വച്ചിരുന്നു. പക്ഷേ അത് പാലിക്കപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴെല്ലാം അവർ ഈ പ്രതിഷേധങ്ങളിൽ ഒതുക്കുകയായിരുന്നു. ഇതിനിടെയാണ് സോഫിയയുടെ മരണമുണ്ടാകുന്നത്. ഇതോടുകൂടി ആ പ്രതിഷേധങ്ങളെല്ലാം തന്നെയാണ് പൊട്ടി. ഈ സോഫിയയുടെ മൃതദേഹം എടുത്തു മാറ്റണമെങ്കിൽ ജില്ലാ കളക്ടർ സ്ഥലത്ത് നേരിട്ട് എത്തണം എന്നുള്ളതായിരുന്നു പ്രതിഷേധക്കാരുടെ എത്തണമെന്നാണ് പ്രതിഷേധക്കാർ പറഞ്ഞത്. ഇതനുസരിച്ച് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് ജില്ലാ കളക്ടർ സ്ഥലത്തെത്തുന്നത്. 6 മണിയോടുകൂടി അപകടം നടക്കുന്നു. അതിനുശേഷം 1 മണിയോടുകൂടിയാണ് ജില്ലാ കളക്ടർ സ്ഥലത്തെത്തുന്നത്. ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി ഈ ജനപ്രതിനിധികളുമായും നാട്ടുകാരുമായും ചർച്ച നടത്തിയ ശേഷം 1:30 സോഫിയയുടെ മൃതദേഹം മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. അവിടെ ഇന്ന് രാവിലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് കാഞ്ഞിരപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. അവിടെ പോസ്റ്റ്മോർട്ടം നടപടികളും നിലവിൽ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു പ്രതിഷേധം കെട്ടടങ്ങാത്ത ഒരു സാഹചര്യമുണ്ട്. പ്രധാനമായും ഈ മൃതദേഹം അവർ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ അനുവദിച്ചത് ഈ സോഫിയയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് കുടുംബത്തിന് നഷ്ടപരിഹാരം ഇന്ന് തന്നെ കൈമാറ്റം ചെയ്യുമെന്നും അതുപോലെ സോഫിയയുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് സർക്കാർ ജോലി കൊടുക്കാം, അതിനുവേണ്ട ശുപാർശ നൽകാം എന്നുള്ള ആ ഒരു ഉറപ്പിന്മേലാണ് ഈ ഒരു മൃതദേഹം അവിടുന്ന് എടുത്തുകൊണ്ട് പോകാൻ സാധിച്ചത്. പ്രധാനമായും ഈ ചേനാപ്പാറയിൽ നിന്നും ഏകദേശം 4 കിലോമീറ്റർ ഉള്ളിലേക്ക് മാറി, അതായത് സഞ്ചാരയോഗ്യമായ ഒരു റോഡ് പോലും ഇല്ലാതെ ഒറ്റപ്പെട്ട ഒരു പ്രദേശത്താണ് ഇവർ താമസിച്ചിരുന്നത്. 3 കുടുംബങ്ങളാണ് ഈ സോഫിയയുടെ കുടുംബത്തിനോടൊപ്പം 3 കുടുംബങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ 3 കുടുംബങ്ങളും പലപ്പോഴും വലിയ ഭീതിയിലാണ് അവിടെ കഴിയുന്നത്. പ്രധാനമായും ഈ കാട്ടാന ശല്യം അതുപോലെ തന്നെ മറ്റ് വന്യമൃഗങ്ങളെല്ലാം തന്നെ ആ മേഖലയിലേക്ക് എത്തുന്ന സാഹചര്യം. കാട്ടാനയ്ക്ക് പുറമെ കാട്ടുപന്നിയും പുലിയും കടുവയും എല്ലാം ആ മേഖലയിൽ എത്തിയിരുന്നു. അതിന്റെ ഒരു ഭീതി അവിടെ ഉണ്ടായിരുന്നു. തുടർച്ചയായി ഇവർ വളർത്തിയിരുന്ന പശുക്കളെയും ആടുകളെയും അതുപോലെ തന്നെ മറ്റ് വളർത്തുമൃഗങ്ങളെയും എല്ലാം ഈ വന്യമൃഗങ്ങൾ പിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്രത്തോളം ഭീതിയിലാണ് ആ കുടുംബം അവിടെ കഴിഞ്ഞിരുന്നത്. ഇവരെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാവണമെന്നുള്ള ആവശ്യം ശക്തമായി ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ പലപ്പോഴും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും സർക്കാർ തലത്തിലുമെല്ലാം ചെന്നപ്പോഴെല്ലാം ഇവർക്ക് തികഞ്ഞ അവഗണന മാത്രമാണ് ലഭിച്ചത്. പ്രധാനമായും ഈ മേഖല കേന്ദ്രീകരിച്ച്, അതായത് കൊമ്പൻപാറ മേഖല കേന്ദ്രീകരിച്ച് 30-ലധികം കുടുംബങ്ങൾ അവിടെ താമസിച്ചിരുന്നതാണ്. ഇത്തരത്തിൽ കാട്ടാന ശല്യം അല്ലെങ്കിൽ വന്യമൃഗ ശല്യം രൂക്ഷമായതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ആ സ്ഥലങ്ങളെല്ലാം ഉപേക്ഷിച്ച് ബാക്കിയുള്ളവർ മറ്റു സ്ഥലങ്ങളിലേക്ക് മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കൊല്ലപ്പെട്ട സോഫിയയ്ക്കും കുടുംബത്തിനും ഉൾപ്പെടെ അവിടെ താമസിക്കുന്ന ആ മറ്റ് 3 കുടുംബങ്ങൾക്ക് മാറിപ്പോകാനോ അല്ലെങ്കിൽ മറ്റൊരിടത്തേക്ക് പോകാനുള്ള സാഹചര്യമോ സാമ്പത്തികമോ ഇല്ലാത്തതിനെ തുടർന്നാണ് അവർ അവിടെ തന്നെ തുടരുന്ന സാഹചര്യം ഉണ്ടായത്. ഈ സമയത്ത് 3 മാസം മുമ്പാണ് ഇവർക്ക് ലൈഫ് മിഷൻ മുഖാന്തരം ലഭിച്ച വീടിന്റെ പണി പോലും പൂർത്തീകരിച്ചത്. പക്ഷേ അടച്ചുറപ്പുള്ളൊരു വീട്, അതിന്റെ പൂർത്തീകരണത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. ഭിന്നശേഷിക്കാരിയായ ഒരു മകളുണ്ട്. ഇനിയിപ്പോൾ മുമ്പോട്ടുള്ള ജീവിതം എങ്ങനെയുള്ള ഒരു ചോദ്യചിഹ്നമാണ് നിൽക്കുന്നത്. പ്രധാനമായും ഈ കാട്ടാന ഇന്നലെ എത്തിയ സമയത്ത് തന്നെ ഈ സോഫിയയുടെ ഭർത്താവ് ഇത്തരത്തിൽ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സുബിൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. വയനാട്ടിൽ വീണ്ടും കാട്ടാന ആക്രമണം. കാട്ടാനയുടെ ആക്രമണത്തിൽ നൂൽപ്പുഴ സ്വദേശി മാനു കൊല്ലപ്പെട്ടു. ഇന്നലെ രാത്രിയാണ് മാനുവിനെ കാട്ടാന ആക്രമിച്ചത്. മാനുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ബത്തേരിയിലേക്ക് കൊണ്ടുപോയി.
ജോലി കഴിഞ്ഞ് കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വരുന്നതിനിടെയാണ് മാനുവിനെ കാട്ടാന ആക്രമിച്ചത്. ഇന്നലെയായിരുന്നു സംഭവം. മാനുവിനെ കാണാതായതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇന്ന് രാവിലെ നാട്ടുകാർ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. മാനുവിനെ ആന തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റി എറിയുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം. സംഭവവുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധമാണ് സ്ഥലത്ത് നടന്നത്. കളക്ടർ എത്താതെ മൃതദേഹം കൊണ്ടുപോകാൻ കഴിയില്ലെന്നായിരുന്നു നാട്ടുകാരുടെ പ്രതികരണം. തുടർന്ന് വൈൽഡ് ലൈഫ് വാർഡൻ സ്ഥലത്തെത്തി നാട്ടുകാരുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് പ്രതിഷേധം അവസാനിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ബത്തേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. മാനുവിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് വനംവകുപ്പ് അധികൃതർ അറിയിച്ചു. ജനം, വയനാട്. വന്യമൃഗ ആക്രമണങ്ങളിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് ഓർത്തഡോക്സ് സഭ. മലയോര ജനതയെ സംരക്ഷിക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. വന്യമൃഗശല്യം തടയാൻ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ടെന്നും ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ ചൂണ്ടിക്കാട്ടി. നഷ്ടപരിഹാരമല്ല, പ്രശ്നപരിഹാരമാണ് വേണ്ടതെന്നും ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ പറഞ്ഞു. മിഥുൻ മുരളി ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, എന്താണ് വിവരങ്ങൾ? സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം ഉണ്ടാകുന്ന വന്യമൃഗശല്യം, ഈ വന്യമൃഗശല്യം തടയുന്നതിൽ സംസ്ഥാന സർക്കാർ പരാജയം സംഭവിക്കുമ്പോൾ അതിലെ ആശങ്ക പരസ്യപ്പെടുത്തുകയാണ് ഓർത്തഡോക്സ് സഭ. വന്യമൃഗശല്യം തടയാൻ സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാർ നിറവേറ്റുന്നില്ല എന്നുള്ള ആശങ്കയാണ് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ പ്രകടമാക്കുന്നത്. 108ാമത് മാകാംകുന്ന് കൺവെൻഷൻ പത്തനംതിട്ടയിൽ പുരോഗമിക്കുകയാണ്. ഈ കൺവെൻഷനിലെ പ്രസംഗത്തിലാണ് ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ കത്തോലിക്ക ബാവ സംസ്ഥാനത്ത് ആവർത്തിക്കുന്ന ഈ വന്യമൃഗ ആക്രമണങ്ങൾക്കെതിരെയുള്ള ഒരു പരസ്യമായിട്ടുള്ള ആശങ്ക പ്രകടമാക്കുന്നത്. അതിൽ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിമർശനവുമുണ്ട്. സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ വന്യമൃഗങ്ങൾ വിഹാരം നടത്തുന്നു. കാട്ടിലെ മൃഗങ്ങൾ മുഴുവൻ നാട്ടിലിറങ്ങുന്ന സാഹചര്യമാണുള്ളത്. കാട്ടുമൃഗങ്ങൾ എന്ന പ്രയോഗം ഇന്ന് അപ്രസക്തമായി മാറുന്ന സാഹചര്യം. കാട്ടിലെ മൃഗങ്ങൾ മുഴുവൻ നാട്ടിലിറങ്ങി മനുഷ്യന്റെ അധ്വാനം മുഴുവൻ നശിപ്പിക്കുന്ന സാഹചര്യം. മലയോര ജനതയെ സംരക്ഷിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. മലയോര ജനതയുടെ സംരക്ഷണം സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. അത് ജീവനും സ്വത്തിനും, മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്നുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ട്. ആ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാർ നിറവേറ്റുന്നില്ല എന്നുള്ള ഒരു ആശങ്ക, ഇതിലുള്ള ഒരു വിമർശനമാണ് ഓർത്തഡോക്സ് സഭ അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് ഉയർന്നത്. ഈ ഉത്തരവാദിത്തം നിർവഹിക്കാത്ത സാഹചര്യത്തിൽ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങി സ്വൈര്യവിഹാരം നടത്തി മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാക്കുമ്പോൾ മനുഷ്യർ അതിനെതിരെ പ്രതികരണം നടത്തുന്നത് സ്വാഭാവികമാണ്. അങ്ങനെയുള്ള പ്രതികരണങ്ങളെ കുറ്റപ്പെടുത്താനാകില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. വന്യമൃഗ ശല്യം തടയാൻ ശാശ്വതമായിട്ടുള്ള പരിഹാരമാണ് ഉണ്ടാകേണ്ടത്. മലയോര മേഖലകളിൽ ആവർത്തിക്കുന്ന വന്യമൃഗ ആക്രമണങ്ങൾ, കാർഷിക വിളകൾ നശിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, മനുഷ്യന്റെ ജീവൻ എടുക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ നഷ്ടപരിഹാരങ്ങൾ നൽകുന്നത് മാത്രമല്ല വേണ്ടത്. അങ്ങനെയുള്ള നഷ്ടപരിഹാരങ്ങളല്ല വേണ്ടത്. ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമാണ് വേണ്ടതെന്ന് കത്തോലിക്ക ബാവ പറയുന്നു. എന്തായാലും സംസ്ഥാനത്ത് വന്യമൃഗ ശല്യങ്ങൾ രൂക്ഷമാകുമ്പോൾ, അത് ആവർത്തിക്കപ്പെടുമ്പോൾ, മലയോര മേഖലയിലെ ജനങ്ങളെ ഭീതി ബാധിക്കുമ്പോൾ അതിനെതിരെ ശക്തമായിട്ടുള്ള നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. പരസ്യമായിട്ടുള്ള ഒരു വിമർശന സ്വരം ഉണ്ടായിരിക്കുകയാണ് കേരളത്തിലെ പ്രബലമായിട്ടുള്ള ക്രൈസ്തവ വിഭാഗമായിട്ടുള്ള കത്തോലിക്ക സഭയുടെ വീണ. ഓക്കെ, ശരി. വന്യജീവി ആക്രമണങ്ങളെ പ്രതിരോധത്തിൽ LDF സർക്കാർ ഒരുക്കിയ സംവിധാനം കാര്യക്ഷമമല്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. വന്യജീവി ആക്രമണം തടയാൻ കഴിഞ്ഞ ബജറ്റിൽ അനുവദിച്ച തുക പകുതി പോലും ചെലവഴിച്ചിട്ടില്ല. വനാതിർത്തിയിലെ ജനങ്ങളെ സർക്കാർ വിധിക്ക് വിട്ടുകൊടുക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ്. വയനാട് ബത്തേരിയിലെ നൂൽപ്പുഴയിൽ ഒരു ചെറുപ്പക്കാരനെ ആന ചവിട്ടിക്കൊന്നിരിക്കുകയാണ്. ഈ ആഴ്ച തന്നെ 3 സംഭവങ്ങളായി. UDF നടത്തിയ മലയോര സമരയാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ വന്യജീവി ആക്രമണങ്ങൾ തടയാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ്. ഗവൺമെൻറ് ഈ പ്രാവശ്യം ബജറ്റിൽ കൂടുതൽ തുക വച്ചിട്ടുണ്ട്. അതിൽ കാര്യമില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം വെച്ചിരുന്ന തുകയുടെ പകുതി പോലും കഴിഞ്ഞ വർഷം ചെലവാക്കിയിട്ടില്ല. കഴിഞ്ഞ 4 വർഷമായി ഈ കൺവെൻഷനലായിട്ടുള്ള പരമ്പരാഗതമായി ചെയ്യുന്ന ഈ പ്രതിരോധ സംവിധാനങ്ങളൊന്നും കഴിഞ്ഞ 4 വർഷമായി ചെയ്തിട്ടില്ല.
തിരുവനന്തപുരം മടത്തറ സ്വദേശി ബാബുവിന്റെ മരണം കാട്ടാന ആക്രമണത്തിലെന്ന് സ്ഥിരീകരിച്ച വനംവകുപ്പ്. കഴിഞ്ഞ ദിവസം പാലോട് വനത്തിൽ നിന്നാണ് 5 ദിവസം പഴക്കം ചെന്ന മൃതദേഹം കണ്ടെടുത്തത്. കാട്ടിലൂടെയുള്ള എളുപ്പവഴിയിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ് അപകടം. സനാതനധർമ്മ പരാമർശത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ. ഗോവിന്ദന്റെ നാക്ക് ആരോ വിലക്കെടുത്തെന്ന് ശശികല ടീച്ചർ കുറ്റപ്പെടുത്തി. ഗോവിന്ദന്റെ വാക്കുകൾ അനാവശ്യമായി സനാതനധർമ്മികളെ പ്രകോപിപ്പിക്കുന്നു. ഇനിയും ഇത്തരം പ്രസ്താവന തുടരാൻ അനുവദിക്കില്ലെന്നും ടീച്ചർ ജനം TVയോട് പറഞ്ഞു. ബ്രാഹ്മണന്റെ കുട്ടികൾ ഉണ്ടാവുന്നത് തന്നെ ഏറ്റവും മികച്ച ഒന്നാണെന്നാണ് ഈ സനാതനധർമ്മത്തിന്റെ വക്താക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ അത്രയും പറഞ്ഞു വെക്കുന്നുള്ളൂ. ബ്രാഹ്മണന്റെ മക്കൾ ബ്രാഹ്മണ യുവതിക്ക് ഉണ്ടാവുന്നതിനെ പറ്റിയല്ല, പുറത്ത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അത് തന്നെ മഹത്തരമാണെന്ന് പറയുന്ന ഒരു സംസ്കാരം, ആർഷഭാരത സംസ്കാരം, അതിന് കൊടുക്കുന്ന പേര് സനാതനധർമ്മം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഈ പരാമർശമാണ് വലിയ വിവാദമായത്. സനാതനധർമ്മത്തെ അവഹേളിക്കുന്ന ഈ നിലപാടിനെതിരെ രൂക്ഷ വിമർശനമാണ് സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. ഈ സാഹചര്യത്തിലാണ് വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കി ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ രംഗത്തെത്തിയത്. സനാതനധർമ്മ വിശ്വാസികളെ പ്രകോപിപ്പിക്കുന്ന പ്രസ്താവനയാണ് MV ഗോവിന്ദനേതെന്ന് ശശികല ടീച്ചർ കുറ്റപ്പെടുത്തി. സനാതനധർമ്മികൾ ഇതിന് പ്രതികരിക്കാതിരിക്കുന്നത്, ശക്തമായ വിധത്തിൽ പ്രതികരിക്കാതിരിക്കുന്നത് സനാതനധർമ്മത്തിന്റെ മര്യാദ കൊണ്ടാണ്. ഇത് ഗോവിന്ദൻ പറയുന്നതും അതുകൊണ്ടാണ്. ഒരു ചോദ്യ പേപ്പറിൽ മുഹമ്മദ് എന്നൊരു വാക്ക് വന്നതിന് ഒരു കൈ നഷ്ടപ്പെട്ട നാടാണ് കേരളം. ഇവിടെ ഗോവിന്ദന് ഉറപ്പുണ്ട്, ഗോവിന്ദന്റെ കയ്യിനൊന്നും പറ്റില്ല, തലയ്ക്കൊന്നും പറ്റില്ല എന്ന്. അതുകൊണ്ട് തന്നെ സനാതനധർമ്മത്തിന്റെ നേരെ ആക്രോശിക്കുകയാണ്. ഇത് ഇനിയും തുടരാം എന്ന് കരുതരുത്. ഇതിന്റെ മര്യാദകളൊക്കെ ലംഘിച്ചു. MV ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്ക് പിന്നിൽ മറ്റു ലക്ഷ്യങ്ങളുണ്ട്. അനാവശ്യമായി സനാതനധർമ്മികളെ പ്രകോപിപ്പിക്കുന്നതിന്റെ പിന്നിൽ മറ്റെന്തോ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം മറ്റൊന്നുമല്ല, ഗോവിന്ദന്റെ നാക്ക് ആരോ വിലക്കെടുത്തിരിക്കുന്നു എന്നുള്ളത്. ശതകോടികളാണ് സനാതനധർമ്മത്തെ ഇല്ലാതാക്കാൻ വേണ്ടി നൂറ്റാണ്ടുകളായി ഇവിടെ ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു പങ്ക് പറ്റിക്കൊണ്ട് തന്നെയാണ് ഗോവിന്ദൻ ഇന്ന് സനാതനധർമ്മത്തിന് നേരെ കുഴയ്ക്കുന്നത്. വളരെ മോശമായ വിധത്തിൽ ഇവിടുത്തെ സ്ത്രീകളെ ഒന്നടങ്കം അപമാനിക്കുന്ന വിധത്തിൽ, സനാതനധർമ്മികളായ സ്ത്രീകളെ ഒന്നടങ്കം അപമാനിക്കുന്ന വിധത്തിൽ പറയാൻ ഗോവിന്ദൻ ആരാണ് അധികാരം കൊടുത്തത്? സർവ്വമര്യാദയും ലംഘിക്കുന്ന ഇത്തരം പ്രസ്താവന തുടരാൻ ഇനി അനുവദിക്കില്ല എന്നും ശശികല ടീച്ചർ വ്യക്തമാക്കി. ജനം, കോഴിക്കോട്. മുഖ്യമന്ത്രിയുടെ പരിപാടിക്കായി കേരള സർവകലാശാലയിലെ സമരം നിർത്തിയ SFI. സെനറ്റ് ഹാളിൽ ദേശാഭിമാനി സംഘടിപ്പിച്ച സാഹിത്യ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ മുഖ്യമന്ത്രി എത്തുന്നതിനാലായിരുന്നു സമരവേദിയടക്കം SFI മാറ്റിയത്. SFI വിചാരിച്ചാൽ തലസ്ഥാനം സ്തംഭിപ്പിക്കുമെന്ന് പറഞ്ഞയിടത്താണ് മുഖ്യമന്ത്രിയെ ഭയന്ന് സമരവേദിയും പ്രതിഷേധക്കാരും യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നിന്നും മാറിയത്. അതേസമയം മുഖ്യമന്ത്രി സംസാരിച്ചത് കാണികൾ കുറഞ്ഞ വേദിയിലാണ്. ദിവസങ്ങളായി കേരള സർവകലാശാല ക്യാമ്പസിനുള്ളിൽ കണ്ട കാഴ്ചയാണിത്. ഒടുവിൽ പന്തൽ കെട്ടി സമരം നടത്തിയ SFI പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കേണ്ട അവസ്ഥ വരെ ഉണ്ടായി. എന്നാൽ ഇന്നലെ ക്യാമ്പസിനുള്ളിലേക്ക് മുഖ്യമന്ത്രി എത്തി. സെനറ്റ് ഹാളിൽ ദേശാഭിമാനി സംഘടിപ്പിച്ച സാഹിത്യ പുരസ്കാര സമർപ്പണ ചടങ്ങിലേക്കാണ് മുഖ്യമന്ത്രി എത്തിയത്. മുഖ്യമന്ത്രിയുടെ വരവ് പ്രമാണിച്ച് SFIയുടെ സമരത്തിന് അവധി പ്രഖ്യാപിച്ചു SFIയുടെ സംസ്ഥാന നേതൃത്വം. സമരവുമില്ല, സമര പന്തലുമില്ല. സാധാരണ സ്ഥിതിയിൽ സർവകലാശാലയുടെ പ്രധാന വാതിൽ. പരിപാടിയിലും കാണികൾ കുറഞ്ഞു. പാർട്ടി മുഖപത്രം സംഘടിപ്പിച്ച പരിപാടിയിൽ സ്വന്തം മുഖ്യനെ കേൾക്കാൻ പോലും ആളില്ലാത്ത അവസ്ഥ. ഒഴിഞ്ഞ ഭൂരിഭാഗം കസേരകളെ നോക്കി മുഖ്യന്റെ മാധ്യമപ്രവർത്തകരെ വിമർശിച്ചുള്ള പ്രസംഗം. നമ്മുടെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ട വിഹിതം കേന്ദ്രം നൽകാതിരിക്കുക, കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായി അവഗണിക്കുക, അങ്ങനെ വരുമ്പോൾ അതിനെതിരെ എന്തെങ്കിലും ഈ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ പറയുമെന്ന് നാം പ്രതീക്ഷിക്കുന്നുണ്ടോ? നമ്മുടെ അനുഭവത്തിൽ അങ്ങനെ കാണാൻ കഴിയുന്നില്ല. മുഖ്യമന്ത്രിയുടെ വരവ് പ്രമാണിച്ച് ഇടവേള നൽകിയ സമരപ്പന്തൽ VC-ക്കെതിരെ ഇനിയും ഉയരുമോ എന്നതാണ് കാണേണ്ടത്. സർവകലാശാലയ്ക്കുള്ളിൽ VC-യെ തടഞ്ഞവരും തലസ്ഥാനം സ്തംഭിപ്പിക്കുമെന്ന് പറഞ്ഞവരും എവിടെയെന്ന ചോദ്യമാണ് ബാക്കി. ജനം, തിരുവനന്തപുരം. സംസ്ഥാനത്ത് BJPയുടെ വളർച്ച തുറന്ന് സമ്മതിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. സുരേഷ് ഗോപിയുടെ വിജയം CPM-നേറ്റ തിരിച്ചടി. പട്ടികജാതി വിഭാഗങ്ങളിലും ന്യൂനപക്ഷങ്ങൾക്കിടയിലും BJP സ്വാധീനം വർദ്ധിപ്പിക്കുന്നു. ചേലക്കരയിൽ BJPയുടെ വോട്ട് വർധന ഗൗരവത്തോടുകൂടി കാണണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. CPM തൃശൂർ ജില്ലാ സമ്മേളനത്തിലാണ് MV ഗോവിന്ദന്റെ പ്രതികരണം. പുതിയ ജില്ലാ സെക്രട്ടറിയെയും സമ്മേളനത്തിൽ തെരഞ്ഞെടുത്തു. ആനന്ദ് പുത്തൂർ ചേരുന്നു. ആനന്ദ്, വിവരങ്ങൾ എന്താണ്? CPM-ന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ദിവസമായി നടന്നുകൊണ്ടിരുന്ന ജില്ലാ സമ്മേളനത്തിൽ മറുപടി പ്രസംഗത്തിലാണ് MV ഗോവിന്ദന്റെ
ഒരു തുറന്നു പറഞ്ഞുണ്ടായിട്ടുള്ളത്. കേരളത്തിൽ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ BJP വലിയ തോതിൽ വളർച്ച നേടിയിരിക്കുന്നു. തൃശ്ശൂരിലെ BJPയുടെ വിജയം CPM-നെ കനത്ത തിരിച്ചടിയാണെന്ന് പറയുന്നുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിൽ നിന്നും BJPക്ക് വലിയ ഒരു പിന്തുണ ലഭിക്കുന്നുണ്ട്. പട്ടികജാതി വിഭാഗങ്ങൾക്കിടയിലും BJPക്ക് കാര്യമായിട്ടുള്ള സ്വാധീനം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്കിടയിലും BJPയിലേക്ക് ആളുകൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പാർട്ടിക്ക് സ്വാധീനം കുറഞ്ഞു, മെമ്പർഷിപ്പ് കുറഞ്ഞു എന്നുള്ള ഒരു വിലയിരുത്തലും വരുന്നുണ്ട്. ഈ ചേലക്കരയിൽ BJPക്ക് ഏതാണ്ട് വലിയ ഒരു വോട്ട് വർദ്ധിച്ചത് ഗൗരവത്തിൽ അവിടുത്തെ ഏരിയ കമ്മിറ്റികൾ പോലും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ള ഒരു പരാതിയുമുണ്ട്. പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ചേലക്കരയിൽ ഏതാണ്ട് 10,000-ഓളം വോട്ടുകളാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് വർദ്ധിച്ചത്. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായി CPM-ന്റെ കുത്തകയായിട്ടുള്ള ഒരു നിയോജകമണ്ഡലം കൂടിയാണത്. അവിടെയാണ് BJPയുടെ ഒരു അഭൂതപൂർവ്വമായിട്ടുള്ള വളർച്ച ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പുതിയ CPM ജില്ലാ കമ്മിറ്റിയെ സെക്രട്ടറി KV അബ്ദുൽ ഖാദറിനെ സമ്മേളനം തെരഞ്ഞെടുത്തിട്ടുണ്ട്. സമ്മേളന നടപടികൾ തുടരുകയാണ്. വീണ. ഓക്കെ. CPM തൃശൂർ ജില്ലാ നേതൃത്വം നിർജ്ജീവമെന്ന രീതിയിൽ MV ഗോവിന്ദന്റെ വിമർശനങ്ങൾ തള്ളി ജില്ലാ സെക്രട്ടറി MM വർഗീസ്. ജില്ലയിൽ പരാതി ഉയർന്ന എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടെന്ന് വർഗീസ്. കരുവന്നൂർ, കുട്ടനെല്ലൂർ ബാങ്ക് തട്ടിപ്പുകളിലും പാർട്ടി നടപടി സ്വീകരിച്ചു. തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമാണ് പരാജയമുണ്ടായതെന്നും MM വർഗീസ്. ചേലക്കരയിൽ വോട്ട് കുറഞ്ഞത് പ്രാദേശിക നേതൃത്വം അവഗണിച്ചെന്ന് ഗോവിന്ദൻ പറഞ്ഞിരുന്നു. സംസ്ഥാനത്തെ സ്വകാര്യ സർവകലാശാല കരട് ബില്ലിനെ എതിർത്ത് ഇടതു വിദ്യാർത്ഥി സംഘടന. സർവകലാശാല ആരംഭിക്കാൻ അനുവദിക്കില്ലെന്ന് CPIയുടെ വിദ്യാർത്ഥി സംഘടന AISF. സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാല അനിവാര്യമെന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ പ്രസ്താവന തള്ളുന്നതായും AISF. തൊണ്ടയിൽ കുപ്പിയുടെ അടപ്പ് കുടുങ്ങി 8 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചു. കോഴിക്കോട് പൊക്കുന്ന് അബീന ഹൗസിൽ നിസാറിന്റെ മകൻ മുഹമ്മദ് ഇബാദാണ് മരിച്ചത്. പിതാവിന്റെ പരാതിയിൽ കോഴിക്കോട് ടൗൺ പോലീസ് കേസെടുത്തു. ഇയാളുടെ 14 ദിവസം പ്രായമുള്ള കുട്ടി മുൻപ് മുലപ്പാൽ തൊണ്ടയിൽ കുടുങ്ങി മരിച്ചിരുന്നു. ഗോകുൽ K വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, ഈ പിഞ്ചു കുഞ്ഞിന്റെ ദാരുണാന്ത്യം സംഭവിച്ചത് എങ്ങനെ എന്നുള്ളതിനകത്ത് ദുരൂഹതയുണ്ടോ? എന്തുകൊണ്ടാണ് പിതാവ് പരാതി നൽകിയതായി പറയുന്നത്? പിതാവിന്റെ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തതായും അറിയുന്നത്. ഗൂഗിൾ കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്താണ് പരാതിയിൽ പറയുന്നത്? കോഴിക്കോടാണ് സംഭവം. തൊണ്ടയിൽ കുപ്പിയുടെ അടപ്പ് കുടുങ്ങിയാണ് 8 മാസം പ്രായമുള്ള കുഞ്ഞ് മരിച്ചത്. ഗൂഗിൾ എന്താണ് ഈ പിതാവിന്റെ പരാതിയിൽ പറയുന്നത്? ഇത്തരത്തിലൊരു സംഭവം നടന്നത്. മുഹമ്മദ് ഇബാദ് 8 മാസം മാത്രമാണ് പ്രായമുള്ളത്. കുട്ടിയുടെ അമ്മയുടെ വീട്ടിലാണ്, അമ്മയുടെ വീട്ടിലാണ് കഴിയുന്നത്. ഈ സമയത്താണ് ഇന്നലെ രാത്രി കുട്ടി ഈ ഷാംപൂവിന്റെ അടപ്പാണ് വിഴുങ്ങിയത് എന്നാണ് കുട്ടിയുടെ പിതാവ് പറയുന്നത്. അത്തരത്തിൽ തന്നെയാണ് പരാതിയിൽ പറഞ്ഞിട്ടുള്ളത്. കുട്ടിയുടെ തൊണ്ടയിൽ ഈ ഷാംപൂവിന്റെ അടപ്പ് കുടുങ്ങി മരണപ്പെടുകയായിരുന്നു. കോട്ടപ്പറമ്പ്, കോഴിക്കോട് നഗരത്തിൽ തന്നെയുള്ള കോട്ടപ്പറമ്പ് ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നതായി ആശുപത്രിയിൽ നിന്ന് ഡോക്ടർമാരും പറയുന്നുണ്ട്. തുടർന്നാണ് കുട്ടിയുടെ പിതാവായിട്ടുള്ള നിസാർ കോഴിക്കോട് ടൗൺ പോലീസിൽ പരാതി നൽകിയത്. പരാതിയിൽ അദ്ദേഹം പറയുന്നത്, നേരത്തെ തന്നെ ഇത്തരത്തിൽ 2023 ഇവരുടെ 14 ദിവസം മാത്രം പ്രായമുള്ള കുട്ടിയും മരിച്ചിരുന്നു. അന്നും ഇത്തരത്തിലൊരു സംശയം ഈ നിസാറിനുണ്ടായിരുന്നു. കാരണം നിസാറിന്റെയും ഈ പെൺകുട്ടിയുടെ വിവാഹത്തിൽ ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന് താല്പര്യമില്ലായിരുന്നു. അതിനാൽ തന്നെ നിസാറിനെ അകറ്റാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്നൊരു സംശയമാണ് നിസാർ പങ്കുവെക്കുന്നത്. അതിനാൽ തന്നെ കുട്ടി ഇല്ലാതാക്കാനുള്ള ശ്രമം പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നൊരു സംശയമാണ് പ്രധാനമായിട്ടും നിസാർ പങ്കുവെക്കുന്നത്. അതിനാലാണ് കോഴിക്കോട് കോഴിക്കോട് ടൗൺ പോലീസിൽ ഇപ്പോൾ പരാതി നൽകിയിട്ടുള്ളത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ, പിതാവ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. പോസ്റ്റ്മോർട്ടത്തിന് ബോഡി വെട്ടിക്കഴിഞ്ഞാൽ കണ്ണംപറമ്പ് ജുമാ മസ്ജിദിൽ കുട്ടിയുടെ ഖബറടക്കവും നടക്കും. ഈ കുട്ടിയുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഈ പെൺകുട്ടിയുടെ, ഈ നിസാറിന്റെ ഭാര്യയുടെ വീട്ടുകാർ അത്ര താല്പര്യം കാണിക്കാറില്ല. എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ കൊണ്ടുപോകാറില്ല എന്നൊരു കാര്യവും ഈ നിസാർ പങ്കുവെക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടവും മറ്റ് ഖബറടക്കവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദീകരണങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ തന്നെ നൽകുമെന്നാണ് നിസാർ പറയുന്നത്. ശരി ഗൂഗിൾ. പത്തനംതിട്ട അടൂരിൽ 5ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിൽ 2 പേർ അറസ്റ്റിൽ. പെൺകുട്ടിയെ വളരെ ക്രൂരമായാണ് പ്രതികൾ പീഡിപ്പിച്ചതെന്ന് അടൂർ DYSP G സന്തോഷ് കുമാർ പറഞ്ഞു. കുട്ടിയെ മുൻപരിചയമുള്ളവരാണ് പിടിയിലായത്. അയൽവാസിയായ 16-കാരൻ ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. പോലീസ് സ്റ്റേഷൻ ലിമിറ്റിലെ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ടാണ് കേസെടുത്തിട്ടുള്ളത്. അതിൽ 2 ആളുകളാണ് പ്രതിസ്ഥാനത്തുള്ളത്. അതിൽ 2 പേരും
പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട്. വളരെ ഗുരുതരമായിട്ടാണ് കുട്ടിയെ ഉപദ്രവിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത്യാവശ്യം തെളിവുകളെല്ലാം നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞു. പ്രതികളും കസ്റ്റഡിയിലായിട്ടുണ്ട്. അവിടെ ഈ അതിജീവിതയുമായി ബന്ധപ്പെട്ട് താമസിക്കുന്ന സ്ഥലത്ത് ഒരു ചടങ്ങിന് വന്നതാണ്. ആ ചടങ്ങിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുള്ളത്. കുട്ടിയെ മുൻപരിചയമുള്ള ആളുകൾ തന്നെ. പെൺകുട്ടി വീട്ടുകാരെ അറിയിച്ചു, വീട്ടുകാരാണ് പോലീസ് വിവരം അറിയിച്ചത്. ഇല്ല, അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടില്ല. കൂട്ടുകാരികളോട് ഒന്നിച്ച് നിന്ന സമയത്താണ് കുട്ടിയെ കൊണ്ടുപോയതും ഇങ്ങനെ ഉപദ്രവം ഉണ്ടാവുകയും ചെയ്തു. ആളുകൾ വരാം. ഇല്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അതെ. മിഥുൻ മുരളി ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? പത്തനംതിട്ട അടൂരിൽ 5ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച സംഭവത്തിലാണ് ഇപ്പോൾ 2 പേർ അറസ്റ്റിലായിരിക്കുന്നത്. പോലീസ് വ്യക്തമാക്കുന്നതനുസരിച്ചാണ് എങ്കിൽ പെൺകുട്ടിയെ വളരെ ക്രൂരമായാണ് പ്രതികൾ പീഡിപ്പിച്ചത്. അടൂർ ഡിവൈഎസ്പി ജി സന്തോഷാണ് അല്പസമയം മുമ്പ് സംസാരിച്ചത്. കുട്ടിയെ മുൻപരിചയമുള്ളവരാണ് പിടിയിലായത് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കി. അയൽവാസിയായ 16-കാരൻ ഉൾപ്പെടെയാണ് അറസ്റ്റിലായിരിക്കുന്നത്. മിഥുൻ, വിവരങ്ങൾ എന്താണ്? വീണ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ എല്ലാം ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് അടൂർ ഡിവൈഎസ്പി പറയുന്നത്. 2 പേരാണ് പ്രതിസ്ഥാനത്തുള്ളത്. ഈ 2 പേരും ഇപ്പോൾ കസ്റ്റഡിയിലുണ്ട്. കഴിഞ്ഞ ദിവസമാണ് സംഭവം പോലീസിൽ അറിയുന്നത്. പരാതി ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് 2 പ്രതികളെയും ഇന്നലെ പിടികൂടിയത്. ഇതിൽ ഒരാൾ 16-കാരനാണ്. 2 പേരും പെൺകുട്ടിയുടെ അയൽവാസികളാണ്. എറണാകുളം സ്വദേശിയാണ് മറ്റൊരാൾ. സുധീഷ് എന്നയാളാണ് കൂട്ടുപ്രതി. 2 പേരും ചേർന്ന് ട്യൂഷൻ കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്ന 5ാം ക്ലാസ്സുകാരിയെ മറ്റ് കൂട്ടുകാരികൾക്കൊപ്പം വരുന്നതിനിടയിൽ തടഞ്ഞു വെക്കുകയായിരുന്നു. പിന്നീട് മറ്റു കുട്ടികളെ പേടിപ്പിച്ച ശേഷം 16-കാരിയെ തട്ടിക്കൊണ്ടുപോയി ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ്. മറ്റു കുട്ടികളെ പേടിപ്പിച്ചതിന് ശേഷമാണ് ഇങ്ങനെയൊരു സംഭവം. മറ്റു കുട്ടികളോടൊപ്പം നിൽക്കുകയായിരുന്ന 5ാം ക്ലാസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോകുന്നത്. അടൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് പ്രതികളുടെ പിടികൂടുന്നതും പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതും. പ്രായപൂർത്തിയാകാത്തയാളെ ജുവനൈൽ ബോർഡിന് മുമ്പാകെയും യുവാവിനെ മജിസ്ട്രേറ്റിന് മുമ്പാകെയും ഹാജരാക്കിയിട്ടുണ്ട്. ഇവർക്ക് 2 പേർക്കുമെതിരെയുള്ള കൃത്യമായിട്ടുള്ള തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. വളരെ ക്രൂരമായിട്ടാണ്, ഗൗരവകരമായിട്ടാണ് കുട്ടിയെ ഇവർ 2 പേരും ഉപദ്രവിച്ചത്. പിടിയിലായവർ കുട്ടിയുടെ അയൽവാസികളാണ്. നേരത്തെ മുൻപരിചയം ഉള്ള ആളുകളാണ്. പ്രതികൾ സംഭവത്തിന് ശേഷം ഈ ഭാഗത്ത് തന്നെ ഒളിവിൽ പോവുകയായിരുന്നു. ഈ പ്രദേശത്ത് നിന്ന് തന്നെയാണ് 2 പേരെയും പിടികൂടിയത്. 16-കാരനെ ആദ്യം പിടികൂടുകയും പിന്നീട് എറണാകുളം സ്വദേശിയായ മറ്റൊരു യുവാവ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ അടൂർ പോലീസ് ഇയാളെയും പിടികൂടുകയായിരുന്നു. സംഭവം പെൺകുട്ടി ആദ്യം വീട്ടിൽ പറയുന്നു. അതിനുശേഷം വീട്ടുകാരാണ് പോലീസിൽ പരാതി അറിയിക്കുന്നതും. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഉടൻ തന്നെ 2 പേരെയും പിടികൂടാനാവുകയും ചെയ്തത്. ശരി മിഥുൻ. പടയവീട് കാക്കാൻ മുരുകസൈന്യം. തിരുപ്പുരൻകുന്றம் മുരുകക്ഷേത്രത്തിന് സമീപം മൃഗഹത്യ നടത്തുമെന്ന പ്രചാരണത്തിൽ വിശദീകരണവുമായി മധുരൈ മുസ്ലിം ഐക്യ ജമാഅത്ത്. തങ്ങൾക്കിതിൽ പങ്കില്ല എന്നാണ് ജമാഅത്തിന്റെ വിശദീകരണം. ജനം TV വാർത്തയെ തുടർന്ന് പ്രതിരോധത്തിലായതിനു പിന്നാലെയാണ് മധുരൈ മുസ്ലിം ഐക്യ ജമാഅത്തിന്റെ വിശദീകരണം. മധുരൈ മുസ്ലിം ഐക്യ ജമാഅത്ത് ചെയർമാൻ M. അബ്ദുൽ ഖാദറാണ് പ്രസ്താവന ഇറക്കിയത്. ജനം ഇമ്പാക്ട്. ദേവസേനാധിപതിയായ സുബ്രഹ്മണ്യന്റെ പ്രിയദിനം ആഘോഷമാക്കി ഭക്തലക്ഷങ്ങൾ. തൈപ്പൂയത്തോടനുബന്ധിച്ച് മുരുകക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും കാവടി ഘോഷയാത്രയും നടന്നു. ഭക്തലക്ഷങ്ങൾ പങ്കെടുത്ത ക്ഷേത്ര ചടങ്ങുകൾക്ക് മാറ്റുകൂട്ടി അഗ്നികാവടിയും. ദേവസേനാപതിയായ സുബ്രഹ്മണ്യൻ താരകാസുരനെ യുദ്ധത്തിൽ വധിച്ച് വിജയം കൈവരിച്ച ദിവസമാണ് മകരമാസത്തിലെ പൂയം നാൾ. തൈമാസത്തിലെ പൂയം നക്ഷത്രമാണ് തൈപ്പൂയമായി ആഘോഷിക്കുന്നത്. തലസ്ഥാനത്ത് വിവിധ സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിൽ വിപുലമായ ചടങ്ങുകളും പൂജകളും നടന്നു.
മേജർ ബാലസുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്ക് ഗൗരീശപട്ടം ക്ഷേത്രത്തിൽ നിന്നുള്ള കാവടി ഘോഷയാത്ര എത്തിയതിന് പിന്നാലെ അഗ്നിക്കാവടിക്കളത്തിൽ ആറാടി ഭക്തർ. തെരഞ്ഞെടുത്ത 3 ഭക്തരാണ് അഗ്നിക്കാവടിയുടെ ഭാഗമായത്. തെക്കൻ പഴനി എന്നറിയപ്പെടുന്ന എരുത്താവൂർ ക്ഷേത്രം ഉൾപ്പെടെ തലസ്ഥാനത്ത് വിവിധ ക്ഷേത്രങ്ങളിൽ വിപുലമായ ആഘോഷ ചടങ്ങുകളാണ് തൈപ്പൂയ ദിവസം നടന്നത്. ജനം, തിരുവനന്തപുരം. ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള കുടുംബത്തിന്റെ അപ്പീൽ ഹൈക്കോടതി വിധി പറയാൻ മാറ്റി. അപ്പീലിൽ വാദം പൂർത്തിയായി. ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണ്ടെന്നും CBI അന്വേഷണം മതിയെന്നും ഭാര്യ K. മഞ്ജുഷ. പാലക്കാട്ടെ മദ്യനിർമ്മാണ കമ്പനിയായ ഒയാസിസും ജല അതോറിറ്റിയും തമ്മിൽ വെള്ളം കൈമാറുന്നതിൽ ധാരണ ഉണ്ടാക്കിയിട്ടില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഒരു തരത്തിലുള്ള ധാരണാപത്രത്തിലും ഒപ്പിട്ടിട്ടില്ല. കിൻഫ്രയ്ക്ക് നൽകുന്ന വെള്ളത്തിൽ നിന്ന് കമ്പനിക്ക് വെള്ളം എടുക്കാമെന്നാണ് വ്യക്തമാക്കിയത്. നിയമസഭയിൽ രേഖാമൂലം നൽകിയ മറുപടിയിലാണ് മന്ത്രിയുടെ വിശദീകരണം. പാതിവില തട്ടിപ്പ് പ്രതി അനന്തകൃഷ്ണന്റെ ജാമ്യാപേക്ഷ വിധി പറയാൻ മാറ്റി. നിയമപരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെന്ന് അനന്തകൃഷ്ണൻ. മൂവാറ്റുപുഴ പോലീസ് പറയുന്നത് പോലെ 9 കോടി തട്ടിപ്പ് നടന്നിട്ടില്ലെന്നും ജാമ്യാപേക്ഷയിൽ വാദം. പാതിവില തട്ടിപ്പ് കേസിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ നിരപരാധിയെന്ന് KN ആനന്ദകുമാർ. CN രാമചന്ദ്രൻ നായരെ 3ാം പ്രതിയാക്കി പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്തിരുന്നു. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ നാഷണൽ NGO കോൺഫെഡറേഷൻ അഡ്വൈസറി ചെയർമാനായിരുന്നത് 5 മാസം മാത്രം. സംഘടനയുടെ ബോർഡ് മീറ്റിംഗുകളിലോ ദൈനംദിന കാര്യങ്ങളിലോ രാമചന്ദ്രൻ നായർ ഇടപെട്ടിരുന്നില്ല എന്നും ആനന്ദകുമാർ പറഞ്ഞു. രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, എന്താണ് വിവരങ്ങൾ? ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ നിരപരാധിയാണ് എന്നുള്ളതാണ് നിലവിൽ സായിഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാനായിട്ടുള്ള KN ആനന്ദകുമാർ പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത്. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്ക് യാതൊരു തരത്തിലും ബന്ധമില്ല. നാഷണൽ NGO കോൺഫെഡറേഷന്റെ അഡ്വൈസറി ചെയർമാനായിട്ട് ഈ രാമചന്ദ്രൻ നായർ നിയമിതനായത് 2024 ഫെബ്രുവരിയിലായിരുന്നു. 5 മാസം കാലയളവിൽ മാത്രമാണ് അദ്ദേഹം ഉണ്ടായിരുന്നത്. ജൂലൈ 24-ന് രാമചന്ദ്രൻ നായർ രാജിക്കത്ത് നൽകുകയും ചെയ്തിരുന്നു. സംഘടനയുടെ, അതായത് ഈ നാഷണൽ NGO കോൺഫെഡറേഷൻ ട്രസ്റ്റിന്റെ ബോർഡ് മീറ്റിംഗുകളിലോ ദൈനംദിന കാര്യങ്ങളിലോ ഒരു ഘട്ടത്തിലും രാമചന്ദ്രൻ നായർ ഇടപെട്ടിരുന്നില്ല. നിലവിൽ നടക്കുന്ന വിഷയങ്ങളുമായി രാമചന്ദ്രൻ നായർക്ക് ബന്ധമില്ലെന്നുമാണ് ആനന്ദകുമാർ വിശദീകരിച്ചിരിക്കുന്നത്. നേരത്തെ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർക്കെതിരെ പോലീസ് ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും ചെയ്തിരുന്നു. പെരിന്തൽമണ്ണ പോലീസായിരുന്നു കേസ് എടുത്തിരുന്നത്. അതിനുശേഷം ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ മാധ്യമങ്ങളോടക്കം പ്രതികരിച്ചത് ആദ്യഘട്ടത്തിൽ അഡ്വൈസറി ചെയർമാനായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സംശയങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ താനത് രാജിവെക്കുകയും ചെയ്തിരുന്നു. ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യങ്ങളിലും തനിക്ക് അറിവില്ല എന്നുള്ളതായിരുന്നു CN രാമചന്ദ്രൻ നായർ നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. അതിനെ പിന്തുണച്ചുകൊണ്ടാണ് നിലവിൽ KN ആനന്ദകുമാറും വിശദീകരണ കുറിപ്പ് അല്ലെങ്കിൽ പത്രക്കുറിപ്പുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും രാമേന്ദ്രൻ നായർ 5 മാസ കാലയളവ് മാത്രമാണ് നാഷണൽ NGO കോൺഫെഡറേഷൻ സംഘടനയുടെ അഡ്വൈസറി ചെയർമാനായിട്ടിരുന്നത്. ജൂലൈ 24-ന് 2024 ജൂലൈ മാസം അദ്ദേഹം രാജിക്കത്ത് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ദൈനംദിന ഇടപാടുകളിലോ സാമ്പത്തിക കാര്യങ്ങളിലോ ഒന്നും തന്നെ ഒരു ഘട്ടത്തിലും രാമേന്ദ്രൻ നായർ ഇടപെട്ടിരുന്നില്ലെന്നാണ് സായിഗ്രാമം ഗ്ലോബൽ ട്രസ്റ്റ് ചെയർമാനായിട്ടുള്ള KN ആനന്ദകുമാർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ശരി. സ്വതന്ത്ര ഭാരതത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിന് ദിശാബോധം നൽകിയ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായയുടെ ദീപ്തസ്മരണയിൽ ഭാരതം. ദേശസേവനത്തിനായി സ്വജീവിതം ഒഴിഞ്ഞുവെച്ച പണ്ഡിറ്റ്ജിയുടെ 57ാം ബലിദാന ദിനമാണിന്ന്. ജനസംഘത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ അദ്ദേഹം മുന്നോട്ടുവച്ച ഏകാത്മ മാനവദർശനത്തിന്റെ പ്രഭാവം രാജ്യത്തിന് ഇന്നും ഊർജ്ജമേകുന്നു. നാടിന്റെ സാംസ്കാരിക ചേതന ഉൾക്കൊള്ളുന്ന ഏകാത്മ മാനവ ദർശനം എന്ന പ്രത്യയ ശാസ്ത്രം ഭാരതത്തിന് സമ്മാനിച്ച മഹത് വ്യക്തിത്വം. ജനങ്ങളുടെ ജീവിതത്തിൽ അലിഞ്ഞു ചേർന്ന് അവരിൽ ഒരാളായാണ് പണ്ഡിറ്റ്ജി പ്രവർത്തിച്ചത്. ഭാരതത്തിന്റെ ദേശീയതയെ തൊട്ടറിഞ്ഞ രാഷ്ട്രതന്ത്രജ്ഞനായിരുന്നു പണ്ഡിറ്റ്ജി. രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിലൂടെ പ്രവർത്തന രംഗത്തേക്ക് എത്തിയ അദ്ദേഹം ദാർശനികൻ, സംഘാടകൻ, സാമൂഹിക സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, ചരിത്രകാരൻ എന്നീ നിലകളിൽ ശ്രദ്ധ നേടി. ഭാരതീയ ജനസംഘത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറിയായിരുന്നു. അസാമാന്യ സംഘടനാ മികവ് കൊണ്ട് ജനസംഘത്തിന്റെ പ്രവർത്തനം രാജ്യമെമ്പാടും വ്യാപിപ്പിച്ചു. ബിരുദ പഠനകാലത്ത് ശ്രീ സുന്ദർ സിംഗ് ഭണ്ഡാരിയുമായുള്ള ബന്ധമാണ് അദ്ദേഹത്തെ RSSുമായി അടുപ്പിച്ചത്. 1942 ലഖിംപൂർ ജില്ലാ പ്രചാരകായി, 1951 ഉത്തർപ്രദേശ് സഹപ്രാന്ത പ്രചാരകായി, 1952 ജനസംഘം ജനറൽ സെക്രട്ടറിയായി,
1967 അധ്യക്ഷനായ ചുമതലയേറ്റ് 2 മാസം തികയും മുൻപാണ് ദുരൂഹ സാഹചര്യത്തിൽ അദ്ദേഹം മരിച്ചത്. ലക്നൌവിൽ നിന്നും പട്നയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു പണ്ഡിറ്റ്ജി. അദ്ദേഹത്തിന്റെ മൃതദേഹം മുൾസാരായ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കണ്ടെടുത്തത്. മരണകാരണം ഇന്നും ദുരൂഹമായി തുടരുകയാണ്. ന്യൂസ് ഡെസ്ക് ജനം. കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. അടുത്ത വർഷം നടക്കുന്ന ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ TMC ഒറ്റയ്ക്ക് മത്സരിക്കും. കോൺഗ്രസ് എല്ലായിടത്തും ദുർബലമെന്നും മമതാ ബാനർജി പറഞ്ഞു. ഏപ്രിലിൽ നടക്കുന്ന ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് തുറന്നടിക്കുകയാണ് മമത. തൃണമൂൽ കോൺഗ്രസിന്റെ നേതാക്കളുടെ യോഗത്തിൽ സംസാരിക്കവെയാണ് ബംഗാൾ മുഖ്യമന്ത്രി വീണ്ടും കോൺഗ്രസിനെ കടന്നാക്രമിച്ചത്. കോൺഗ്രസ് ദുർബലമാണെന്നും സഖ്യം കൊണ്ട് ഒരു ഗുണവുമില്ലെന്നും മമത വ്യക്തമാക്കി. ഡൽഹിയിൽ കോൺഗ്രസും ആം ആദ്മിയും പരസ്പരം തോൽപ്പിക്കുകയായിരുന്നു. ഹരിയാനയിലും ഇതാണ് സംഭവിച്ചതെന്ന് മമതാ ബാനർജി കുറ്റപ്പെടുത്തി. ഇന്ത്യ സഖ്യത്തിന്റെ തലപ്പത്തേക്ക് മമത വരുന്നുവെന്ന പ്രചരണം ശക്തമാകുന്നതിനിടയിലാണ് പുതിയ പ്രതികരണം. ഡൽഹിയിൽ AAPയുടെ പരാജയത്തെ തുടർന്ന് കോൺഗ്രസിനെ വിമർശിച്ച് സമാജ്വാദി പാർട്ടി, ശിവസേന, നാഷണൽ കോൺഫറൻസ്, CPI തുടങ്ങിയ കക്ഷികൾ രംഗത്തെത്തിയിരുന്നു. ഈ വർഷം അവസാനം തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബീഹാറിൽ ഇന്ത്യ സഖ്യം ഉണ്ടാകില്ലെന്നും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും തേജസ്വി യാദവും അടുത്തിടെ പ്രതികരിച്ചു. ജനം, ഡൽഹി. ഡൽഹിയിൽ സർക്കാർ രൂപീകരണ ചർച്ച സജീവം. കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ BJP നിയമസഭാ കക്ഷി യോഗം ഉടൻ ചേരും. ത്രിരാഷ്ട്ര സന്ദർശനം കഴിഞ്ഞ് പ്രധാനമന്ത്രി മടങ്ങിയെത്തിയ ശേഷമാകും സത്യപ്രതിജ്ഞ. 27 വർഷത്തിന് ശേഷം നടക്കുന്ന BJP മുഖ്യമന്ത്രിയുടെ സ്ഥാനാരോഹണം വൻ ആഘോഷമാക്കാനാണ് പാർട്ടി ഡൽഹി ഘടകത്തിന്റെ തീരുമാനം. ദുരാഷ്ട്ര സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി ഡൽഹിയിൽ മടങ്ങിയെത്തിക്കഴിഞ്ഞാൽ സത്യപ്രതിജ്ഞ നടക്കും. കേന്ദ്രമന്ത്രിമാരും BJP ഭരണത്തിലുള്ള സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും ചടങ്ങിനെത്തും. അതേസമയം മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ചുള്ള ചർച്ചകൾ BJPയിൽ സജീവമായി തുടരുന്നു. പർവേഷ് വർമ്മ, വിജേന്ദർ ഗുപ്ത, വനിതാ നേതാക്കളായ രേഖ ഗുപ്ത, ശിഖ റോയ് തുടങ്ങിയവർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നുണ്ട്. ഡൽഹിയിൽ ഉപമുഖ്യമന്ത്രിയും ഉണ്ടാകും. BJP ദേശീയ നേതൃത്വമാണ് ഇതിൽ അന്തിമ തീരുമാനമെടുക്കുക. പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നഡ്ഡ ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കണ്ട് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെ മുഖ്യമന്ത്രി സംബന്ധിച്ചുള്ള ചർച്ച നടത്തിയിരുന്നു. ജനം, ഡൽഹി. ഫ്രാൻസിലെ AI ഉച്ചകോടിയിൽ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അധ്യക്ഷത വഹിക്കും. ഉച്ചകോടിക്ക് മുന്നോടിയായി എലീസി കൊട്ടാരത്തിൽ പ്രസിഡന്റ് മാക്രോൺ ഒരുക്കുന്ന അത്താഴ വിരുന്നിൽ മോദി പങ്കെടുക്കും. ഫ്രാൻസിന്റെ മണ്ണിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള സ്വീകരണമായിരുന്നു ലഭിച്ചത്. വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ഫ്രാൻസ് സായുധ സേനാ മന്ത്രി സെബാസ്റ്റ്യൻ ലെകോർണു സ്വീകരിച്ചു. ആലിംഗനം ചെയ്താണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ മോദിയെ സ്വീകരിച്ചത്. അതേസമയം ഹരേ കൃഷ്ണ മന്ത്രത്തിനൊപ്പം മോദി മോദി വിളികളുമായാണ് ഭാരതീയ സമൂഹം പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. ബന്ദികളുടെ മോചനം വൈകിയാൽ വെടിനിർത്തൽ കരാർ റദ്ദാക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ശനിയാഴ്ചയോടെ മുഴുവൻ ബന്ദികളുടെ മോചനം നടന്നില്ലെങ്കിൽ ഗാസ ഇസ്രായേൽ വെടിനിർത്തൽ ധാരണ റദ്ദാക്കണമെന്ന് ട്രംപ് നിർദ്ദേശിച്ചു. ഇസ്രായേൽ വെടിനിർത്തൽ ധാരണ ലംഘിച്ചു എന്നാരോപിച്ച് ബന്ദികളുടെ മോചനം ഹമാസ് വൈകിക്കുന്ന സാഹചര്യത്തിലാണ് ഇടപെടൽ. മോചനം നടന്നില്ലെങ്കിൽ സൈനിക നടപടിയെന്ന് ഇസ്രായേലും മുന്നറിയിപ്പ് നൽകി. ശനിയാഴ്ച തോറും 3 ഇസ്രായേലി ബന്ദികളെ വീതം വിട്ടയക്കണമെന്നായിരുന്നു ധാരണയുടെ ഭാഗമായി ഈ ശനിയാഴ്ച 3 ബന്ദികളെ കൂടി വിട്ടയക്കേണ്ടതുണ്ട്. ഇതിനിടെയാണ് ഹമാസ് നിലപാട് മാറ്റിയത്. ബന്ദികളുടെ മോചനം നീട്ടിവെക്കുന്നു എന്നാണ് ഹമാസ് അറിയിച്ചത്. വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായാണ് മോചന ധാരണ നിലനിൽക്കുന്നത്. ബന്ദികളെ മുഴുവൻ വരുന്ന ശനിയാഴ്ച മോചിപ്പിച്ചില്ലെങ്കിൽ വെടിനിർത്തൽ റദ്ദാക്കുമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള കൂടിക്കാഴ്ചയിലും ട്രംപ് ബന്ദികളുടെ മോചനക്കാര്യത്തിൽ പിന്തുണ അറിയിച്ചിരുന്നു. മോചനം വൈകിപ്പിച്ചാൽ കർശന സൈനിക നടപടി ഉണ്ടാവുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയും മുന്നറിയിപ്പ് നൽകി. മേഖലയിൽ സൈനിക നിരീക്ഷണം ശക്തമാക്കിയതായും പ്രതിരോധ മന്ത്രി അറിയിച്ചു. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യത ഉടലെടുക്കുന്ന സാഹചര്യത്തിൽ വിഷയം സങ്കീർണമാവാതെ പരിഹരിക്കാനുള്ള ശ്രമത്തിലാണ് മറ്റു ലോകരാഷ്ട്രങ്ങൾ. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം. ലഹരിക്കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ കുറ്റവിമുക്തൻ. എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. 2015 കൊക്കൈനുമായി ഷൈൻ അടക്കം 5 പേർ പിടിയിലാകുന്നത്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ കൊക്കൈൻ ലഹരി കേസാണിത്. 7 ഗ്രാം കൊക്കൈനുമായിട്ടാണ് ഷൈൻ ടോം ചാക്കോയും
മോഡലുകളും അടങ്ങുന്ന സംഘം പിടിയിലായത്. 2015 ജനുവരി 30-നായിരുന്നു സംഭവം. തെളിവുകളുടെ അഭാവത്തിലാണ് പ്രതികളെല്ലാം കോടതി കുറ്റവിമുക്തരാക്കിയത്. കോഴിക്കോട് പേരാമ്പ്ര ചാലിക്കരയിൽ ടവറിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം. പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമിച്ചവരെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവരെ പിടിച്ചു മാറ്റുന്നതിനിടയിൽ CI ജംഷീദിന് കണ്ണിന് പരിക്കേറ്റു. സംഭവത്തിൽ 10ഓളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അനഘ ചേരുന്ന വിവരങ്ങളുമായി. അനഘ, വിവരങ്ങൾ എന്താണ്? രാവിലെ 10:30 ഈ ഒരു സംഭവം നടക്കുന്നത്. ഈ കോഴിക്കോട് പേരാമ്പ്ര ചാലിക്കരയിലാണ് മൊബൈൽ ടവറിന്റെ നിർമ്മാണം നടക്കുന്നത്. ഈ നിർമ്മാണത്തിനെതിരെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇന്ന് പോലീസിനെ കാവൽ നിർത്തിക്കൊണ്ടായിരുന്നു ഈ ടവറിന്റെ നിർമ്മാണം നടന്നുകൊണ്ടിരുന്നത്. ആ സമയത്താണ് പ്രദേശത്തുള്ള നാട്ടുകാരൊക്കെ തന്നെ തടിച്ചുകൂടി ഈ പ്രദേശത്തേക്ക് എത്തിയതും അതിൽ ചിലർ ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടായിരുന്നു. ഈ സമയത്ത് ഈ പ്രദേശവാസി തന്നെയായിട്ടുള്ള ചാലിൽ രവീന്ദ്രനും ശ്യാമളയും കയ്യിൽ കരുതിയ പെട്രോൾ ഒഴിച്ച് കത്തിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. ഇത് പിന്നീട് പോലീസ് ഇടപെട്ട് തടയുകയും ഇവരെ തൊട്ടടുത്ത ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ പ്രദേശത്ത് സ്ഥിതി ശാന്തമാണ്. പോലീസിന്റെ കാവലിൽ ടവറിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ശരിയാണ്. ഫയർ ബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ മരണത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ട കേന്ദ്ര ചെറുകിട വ്യവസായ മന്ത്രാലയം ഇതിനായി 3-അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണമെന്നാണ് ഉത്തരവ്. ബീന റാണി ചേരുന്ന വിവരങ്ങളുമായി. ബീന, വിവരങ്ങൾ എന്താണ്? കയർ ബോർഡിനെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ചെറുകിട സൂക്ഷ്മ വ്യവസായ മന്ത്രാലയം കുടുംബവുമായി സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുള്ളത്. ഈ ഒരു 3-അംഗ സംഘം ആയിരിക്കും ഇത് അന്വേഷിക്കുക. ഈ മാസം 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രധാനമായും ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള ആരോപണങ്ങളായിരിക്കും ഈ സമിതി പരിശോധിക്കുക. കുടുംബം ആരോപിച്ചതനുസരിച്ച് കയർ ബോർഡിനെതിരെ ഈ ഉദ്യോഗസ്ഥയെ മാനസികമായി പീഡിപ്പിച്ചു എന്നുള്ള ആരോപണമായിരുന്നു ഉന്നയിച്ചിരുന്നത്. ഇതെല്ലാം തന്നെ ഈ സമിതി പരിശോധിക്കുമെന്നാണ് അറിയുന്നത്. അതേസമയം വീണ്ടും കയർ ബോർഡിനെതിരെ ആരോപണവുമായി യുവതിയുടെ കുടുംബാംഗങ്ങൾ രംഗത്തെത്തിയിരുന്നു. നേരത്തെ ഇത്തരത്തിൽ ട്രാൻസ്ഫറിന്റെ കാര്യവുമായി ബന്ധപ്പെട്ടായിരുന്നു ഒരു ആരോപണം ഉന്നയിച്ചിരുന്നത്. ആ ട്രാൻസ്ഫർ റദ്ദ് ചെയ്തിരുന്നു എന്ന് കയർ ബോർഡ് ചെയർമാൻ ഒരു വിശദീകരണം നൽകിയിരുന്നു. എന്നാൽ ആ വിശദീകരണം തെറ്റാണെന്നും ഇത് നേരത്തെ ട്രാൻസ്ഫർ ഓർഡർ റദ്ദ് ചെയ്തിരുന്നില്ല, മറിച്ച് ഇവര് ആശുപത്രിയിലായതിനു ശേഷമാണ് റദ്ദ് ചെയ്തതെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഇവർ വീണ്ടും രംഗത്ത് വന്ന് ജോളിയുടെ കുടുംബാംഗങ്ങളാണ് രംഗത്ത് വന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചെറുകിട സൂക്ഷ്മ വ്യവസായ മന്ത്രാലയം അന്വേഷണം ഉത്തരവിട്ടിട്ടുണ്ട്. നിലവിൽ 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി. ആലുവ UC കോളേജിനടുത്ത് യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ശ്രമം നടന്നുവെന്ന് അറിയുന്നു. അക്രമത്തിൽ നിന്നും രക്ഷപ്പെട്ട് തൊട്ടടുത്ത കടയിൽ ഓടിക്കയറിയ യുവതി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. ചൂണ്ടി സ്വദേശിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത്. മുപ്പത്തരം സ്വദേശി അലി എന്നയാളാണ് ആക്രമണം നടത്തിയത്. ബീന, അതിന്റെ വിവരങ്ങൾ എന്താണ്? വീണ, അല്പം മുമ്പാണ് ആലുവ UC കോളേജിനടുത്ത് ഒരു യുവതിയെ ഇതുപോലെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്താൻ ഒരു യുവാവ് ശ്രമം നടത്തിയത്. ഇത്തരത്തിൽ ഒരു ശ്രമം ഉണ്ടായതിനെ തുടർന്ന് യുവതി രക്ഷാർത്ഥം അടുത്ത കടയിലേക്ക് ഓടിക്കയറുകയായിരുന്നു. പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. മുപ്പത്തടം സ്വദേശി അലി എന്നയാളാണ് ആക്രമണം നടത്തിയതെന്നാണ് അറിയുന്നത്. എന്തായാലും ഇവര് കുടുംബ സുഹൃത്തുക്കളാണെന്ന വിവരവും പുറത്തു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരാതി നൽകാൻ ഇവർ തയ്യാറായിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വ്യക്തമാക്കുന്നത് വധശ്രമത്തിന് കേസെടുക്കും എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണവുമായി മുമ്പോട്ട് പോകുമെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. ശരി ബീന. സംസ്ഥാനത്ത് കോവിഡിന് സമാനമായ പനി വ്യാപിച്ചിട്ടും വിദഗ്ധ പരിശോധന നടത്താതെ ആരോഗ്യവകുപ്പ്. പ്രതിദിനം 10,000-ലധികം പേരാണ് ആശുപത്രികളിൽ കോവിഡ് ലക്ഷണങ്ങളോടെ ചികിത്സ തേടിയെത്തുന്നത്. കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകിയിട്ടും പരിശോധന നടത്താത്തത് അപകടമെന്ന് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് കൊറോണയുടെ ലക്ഷണങ്ങളായ പനി, തൊണ്ടവേദന, തലവേദന, രുചിയോ മണമോ അറിയാനാകാത്ത അവസ്ഥ എന്നീ ലക്ഷണങ്ങളോടെ പനി വ്യാപിക്കുകയാണ്.
കൊറോണയ്ക്ക് സമാനമായ ലക്ഷണങ്ങൾ ഉണ്ടായിട്ടും സാമ്പിൾ പരിശോധന നടത്താത്തത് ഗുരുതര വീഴ്ചയെന്നാണ് ഉയരുന്ന ആരോപണം. കൊറോണ ലക്ഷണങ്ങൾ പ്രകടമായാൽ പരിശോധന നടത്തണമെന്നത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇനിയും പരിശോധന നടത്താത്തത് അപകടമെന്നാണ് ആരോഗ്യ വിദഗ്ധരുടെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം കുറയാതെ തുടരുകയാണ്. സംസ്ഥാനത്ത് മറ്റ് ജില്ലകളിൽ 10,000-ലധികം പേർ ദിവസവും പനിക്ക് ചികിത്സ തേടുന്നുണ്ട്. കൊറോണയ്ക്കെതിരായ വാക്സിൻ എടുത്തെങ്കിലും ഒരു ഇടവേളയ്ക്ക് ശേഷം സമാന രോഗലക്ഷണങ്ങൾ പ്രകടമാകുന്നത് ഏറെ ആശങ്കയോടെയാണ് ആരോഗ്യ വിദഗ്ധർ നോക്കിക്കാണുന്നത്. അതോടൊപ്പം അലർജി പോലുള്ള ലക്ഷണങ്ങൾ ചില രോഗികളിൽ കാണുന്നതിനാൽ രക്തപരിശോധന നിർബന്ധമാക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ജനം, തിരുവനന്തപുരം. എറണാകുളം കരുമാലൂരിൽ അനധികൃതമായി നിർമ്മിച്ച ഫുഡ് കോർട്ടും പാർക്കും പ്രവർത്തനം ആരംഭിച്ചു. തീരദേശ പരിപാലന നിയമവും നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമവും ലംഘിച്ചായിരുന്നു നിർമ്മാണം. പാർക്ക് പ്രവർത്തിക്കുന്നതാകട്ടെ പഞ്ചായത്ത് അടക്കമുള്ള ഓരോ ഓഫീസിന്റെയും അനുമതിയില്ലാതെ. അതേസമയം അനധികൃത നിർമ്മാണത്തെ തുടർന്ന് ആനച്ചാൽ പുഴയുടെ തീരം സംരക്ഷിക്കാൻ കോടികൾ മുടക്കി നിർമ്മിച്ച പാർശ്വഭിത്തി തകർന്ന നിലയിലുമാണ്. എറണാകുളം ജില്ലയിലെ കരുമാലൂർ പഞ്ചായത്ത് 19-ാം വാർഡിലാണ് ആനച്ചാൽ പുഴയുടെ തീരത്ത് 1 ഏക്കറിലധികം വരുന്ന പാടം നികത്തി പാർക്കിനുള്ള നിർമ്മാണങ്ങൾ നടത്തിയത്. തീരദേശ പരിപാലന നിയമം പാലിക്കാതെയായിരുന്നു നിർമ്മാണം. ഇവിടെ ഫുഡ് കോർട്ടിനും പാർക്കിനും നൽകിയിരുന്ന MSME ലൈസൻസ് പരാതിയെ തുടർന്ന് പരിശോധന നടത്തിയ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ റദ്ദു ചെയ്യാൻ ജില്ലാ കളക്ടർക്ക് ശുപാർശ നൽകി. ഇതേ തുടർന്ന് ലൈസൻസ് റദ്ദു ചെയ്തിരുന്നു. അനുമതിയില്ലാതെ നിർമ്മാണം നടത്തി ബന്ധപ്പെട്ട ഒരു ഓഫീസിന്റെയും നിരാക്ഷേപ പത്രമോ പ്രവർത്തനാനുമതിയോ ഇല്ലാതെയാണ് നിലവിൽ ബാബ പാർക്ക് എന്ന പേരിൽ കരുമാലൂരിൽ ഹാപ്പിനെസ് പാർക്ക് പ്രവർത്തിക്കുന്നത്. പഞ്ചായത്തിലെ ജനപ്രതിനിധികളുടെയും കോൺഗ്രസ് CPM നേതാക്കളുടെയും ഒത്താശയിലാണ് പാർക്കിന്റെ പ്രവർത്തനമെന്നും ആക്ഷേപമുയരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 2018 പ്രളയത്തിൽ ഒരുപാട് വീടുകൾക്ക് നാശനാശം സംഭവിക്കാൻ, ഒരുപാട് വീടുകൾ പൂർണ്ണമായിട്ട് നശിച്ചു പോയെല്ലാം ചെയ്തു. ആ ഒരു ഇത് നിൽക്കുമ്പോഴാണ്, അത്തരത്തിലൊരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ അനധികൃതമായിട്ടുള്ള നിലനിർത്തലുകൾ ഇരു മുന്നണികളും കോൺഗ്രസുകാരും മാർക്സിസ്റ്റുകാരും ഒത്താശ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ നടത്തുന്ന നിലനിർത്തലുകളാണ്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വാർഡിലാണ് പാർക്ക് പ്രവർത്തിക്കുന്നത്. ആനച്ചാൽ പുഴയുടെ തീരം സംരക്ഷിക്കാൻ കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനും നബാർഡും കരുമാലൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി 5 കോടി രൂപ മുടക്കി നിർമ്മിച്ച പാർശ്വഭിത്തി പാർക്കിലെ നിർമ്മിതിയെ തുടർന്ന് തകർന്നിരുന്നു. എന്നാൽ ഇതടക്കമുള്ള പ്രവർത്തികളിൽ ഒരു നടപടിയും ഇതുവരെ അധികൃതർ കൈക്കൊണ്ടിട്ടില്ല. അനധികൃത നിർമ്മാണം പൊളിച്ചു നീക്കാൻ ഉടമയായ വടക്കൻ പറവൂർ സ്വദേശി ഹസൻകുട്ടി ഹാജിക്കും നടത്തിപ്പുകാരനായ TN ജഫീറിനും നോട്ടീസ് നൽകിയതായി പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നു. എന്നാൽ തുടർ നടപടി എന്താകുമെന്നതിലാണ് നാട്ടുകാരുടെ ആശങ്ക. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി. പാലക്കാട് റെയിൽവേ വികസനം ശരവേഗത്തിൽ കുതിക്കുന്നു. നഗരമധ്യത്തിൽ പുരോഗമിക്കുന്ന പിറ്റ് ലൈൻ നിർമ്മാണം ഡിസംബറിൽ പൂർത്തിയാകും. ഡിവിഷനിൽ വിവിധയിടങ്ങളിലെ സ്റ്റേഷനുകളുടെ ആധുനികവൽക്കരണവും റെയിൽവേ ട്രാക്കിൽ ആനകൾ ഇറങ്ങാതിരിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവൃത്തികളെല്ലാം പുരോഗമിക്കുകയാണ്. കൂടാതെ പറളിയിൽ നിന്ന് പാലക്കാട് നഗരത്തിലേക്കുള്ള പുതിയ പാതയുടെ നിർമ്മാണവും ഉടൻ ആരംഭിക്കും. പാലക്കാട് നഗരമധ്യത്തിൽ ടൗൺ റെയിൽവേ സ്റ്റേഷന് സമീപം പതിറ്റാണ്ടുകളായി കാട് കയറിക്കിടന്നിരുന്ന ഭൂമിയിലാണ് റെയിൽവേയുടെ പിറ്റ് ലൈൻ നിർമ്മാണം പുരോഗമിക്കുന്നത്. 67 കോടി രൂപ ചിലവിൽ നടക്കുന്ന പിറ്റ് ലൈൻ നിർമ്മാണം ദ്രുതഗതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നിർമ്മിച്ച് അതിനടിയിൽ മണ്ണെടുത്ത് പിറ്റ് ലൈൻ സജ്ജീകരിക്കുന്ന പണികളാണ് പുരോഗമിക്കുന്നത്. 674 മീറ്റർ നീളത്തിലാണ് നിർമ്മാണം. 26 കോച്ചുള്ള തീവണ്ടിക്ക് നിർത്തിയിടാൻ സാധിക്കും. പണികൾ പൂർത്തിയാക്കിയ തീവണ്ടി നിർത്തിയിടാനും ട്രാക്ക് നിർമ്മിക്കുന്നുണ്ട്. മെക്കാനിക്കൽ ഷെഡ്, ഇലക്ട്രിസിറ്റി ഓഫീസ് തുടങ്ങിയ പണികളാണ് ട്രാക്കിന് പുറമെ നിർമ്മിക്കാനുള്ളത്. എല്ലാ പണിയും അതിവേഗം തീർക്കുമെന്നും ഡിസംബറിൽ പിറ്റ് ലൈൻ പൂർണ്ണ സജ്ജമാവുമെന്നും ADRM അനിൽകുമാർ പറഞ്ഞു. പാലക്കാട് ഡിവിഷനിൽ പെട്ടെന്ന് അമൃത് ഭാരത് സ്റ്റേഷനുകളുടെ നവീകരണ വർക്കുകൾ വളരെ ത്വരിതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് താമസിയാതെ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. പാലക്കാട് പിറ്റ് ലൈൻ വർക്ക് വളരെ
വേഗത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ഡിസംബർ 25 ആ വർക്കും കംപ്ലീറ്റ് ചെയ്യും. പിറ്റ് ലൈൻ യാഥാർത്ഥ്യമാവുന്നതോടെ ദീർഘദൂര വണ്ടികളുടെ എല്ലാം അറ്റകുറ്റപ്പണികൾ നഗരത്തിൽ വെച്ച് തന്നെ ചെയ്യാൻ കഴിയും. ഇത് പാലക്കാടിന്റെ തന്നെ റെയിൽവേ വികസനത്തിന് ആക്കം കൂട്ടും. കൂടാതെ ഡിവിഷന് കീഴിലെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളുടെ ആധുനികവൽക്കരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഡിസംബറോടെ തന്നെ ഈ പ്രവൃത്തികളും പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് റെയിൽവേ കണക്കുകൂട്ടുന്നത്. റെയിൽവേ ട്രാക്കിൽ കാട്ടാനകൾ ചെരിയാതിരിക്കാൻ അടിപ്പാത നിർമ്മാണം ഉൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ പറളിയിൽ നിന്നും പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ കയറാതെ ട്രെയിൻ നേരെ നഗരത്തിലെ ടൗൺ സ്റ്റേഷനിലേക്ക് വരുന്നതിനായി പുതിയ പാതയുടെ നിർമ്മാണവും ഉടൻ ആരംഭിക്കും. ഇതിനായുള്ള DPR ഇതിനോടകം തന്നെ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. PR മനൂപിനൊപ്പം അരുൺ ആലത്തൂർ, ജനം, പാലക്കാട്. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. നമസ്തേ.